ഹലോ ഗൈസ്, എല്ലാവർക്കും ഡൗട്ടാണ് എന്താണ് ഈ ലാമിനേറ്റ് വുഡ്. 4x2 സൈസിൽ വരുന്ന ഈ ലാമിനേറ്റ് വുഡിനെ കുറിച്ച് നമുക്ക് നോക്കിയാലോ. നമ്മളിപ്പം രണ്ട് ടൈപ്പ് ടൈൽ നമ്മൾ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. രണ്ട് ടൈപ്പ് ടൈലിലേക്ക് നോക്കാം. ഇതിൽ ഈ ഫസ്റ്റ് കാണുന്ന ഇതാണ് ലാമിനേറ്റ് വുഡ് ടൈൽസ്. സെക്കൻഡ് വൺ ഈ ടൈൽസ് സാധാ വുഡ് ഫിനിഷ് ആണ്. ഇത് ലാമിനേറ്റ് വുഡ് ഫിനിഷ് അല്ല, സാധാ ഫിനിഷ് ആണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ മനസ്സിലാവും. ലാമിനേറ്റ് വുഡ് ഫിനിഷിന് കുറച്ചും കൂടി നാച്ചുറൽ വുഡുമായിട്ടുള്ള ഒരു ഫീൽ കൂടുതലായിരിക്കും. നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ ലാമിനേറ്റ് വുഡ് ഫിനിഷിന് ഇത് വെട്ടിഫൈഡ് ബോഡിയാണ് വരുന്നത്. 4x സൈസിലാണ് വരുന്നത്. നല്ല ഫിനിഷ് ഉണ്ടാവും. ഇതിന്റെ എല്ലാ സൈഡുകളും ഡിസൈൻസ് ആണെങ്കിൽ പോലും പക്ക സാധാരണ നമ്മൾ വുഡ് ചെയ്ത പോലെ തന്നെ, സോളിഡ് വുഡ് പോലെ തന്നെ അത്രയധികം പെർഫെക്റ്റ് ഫിനിഷ് ഉണ്ടാവും. അത് മാത്രമല്ല, ഈ ഒരു ഫിനിഷ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമുക്ക് സ്റ്റെയറിലേക്കും അതേപോലെ തന്നെ നമ്മുടെ ഈ വുഡ് എവിടെയൊക്കെ ചെയ്യേണ്ടി വരുന്നു, വുഡ് എവിടെയൊക്കെ പാനലിംഗ് ചെയ്യേണ്ടതായിട്ട് വരുന്നു, ആ പോർഷനിലേക്കൊക്കെ വുഡിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഈ ടൈൽസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പല ബ്രാൻഡുകളിലും നിലവിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞങ്ങൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ ഏത് ബ്രാൻഡ് ചൂസ് ചെയ്യുകയാണെങ്കിലും പ്രീമിയം ക്വാളിറ്റി മാത്രം ചൂസ് ചെയ്യുക. ഒരിക്കലും അതിന് താഴേക്കുള്ള സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ചൂസ് ചെയ്യാതിരിക്കുക. ഈ ലാമിനേറ്റ് വുഡ് വെട്ടിഫൈഡ് ബോഡി വരുന്നത് കൊണ്ട് തന്നെ വെട്ടിഫൈഡ് ബോഡിൻ്റെതായ എല്ലാവിധ ഗുണങ്ങളും ഇതിന് കിട്ടും. അതായത് ഇത് സ്ട്രെയിൻ റെസിസ്റ്റന്റ് ആണ്, കറകളും കാര്യങ്ങളൊന്നും പിടിക്കില്ല. അതുപോലെ തന്നെ സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്, മറ്റുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇതിന് ഏൽക്കത്തേ ഇല്ല. അതുപോലെ തന്നെ കളർ ഫെയ്ഡ് ആവത്തുമില്ല. കളർ ഫെയ്ഡ് റെസിസ്റ്റന്റ് കൂടിയാണ്, കളർ ഫെയ്ഡ് ആവത്തുമില്ല. അപ്പോൾ ഈ ക്വാളിറ്റീസ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഹെവി ട്രാഫിക് ഏരിയകളിലെല്ലാം തന്നെ വളരെ സുലഭമായി യൂസ് ചെയ്യാൻ പറ്റും. യാതൊരുവിധ കംപ്ലൈൻസോ പ്രശ്നങ്ങളൊന്നും തന്നെ വരാനില്ല. ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും ഇതിനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വുഡ് ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് നമുക്ക് ഈ ലാമിനേറ്റഡ് വുഡ് ടൈൽസ് യൂസ് ചെയ്യാൻ പറ്റും. എവിടെ വേണം യൂസ് ചെയ്യുക, വുഡ് പാനൽ ചെയ്യേണ്ട എല്ലാ പോർഷൻസിലേക്കും നമുക്ക് ഈ ടൈൽസ് യൂസ് ചെയ്യാൻ പറ്റും. അതിന് യാതൊരുവിധ പ്രശ്നങ്ങളും വരാൻ പോകുന്നില്ല. സോളിഡ് വുഡ് അല്ലെങ്കിൽ ഹാർഡ് വുഡ്, റിയൽ ആയിട്ടുള്ള വുഡ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തരം മെറ്റീരിയൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ അടുത്ത് വരുന്ന സാധാ വുഡാണ് ഈ ടൈപ്പ്, ഈ സാധാ വുഡൻ ഫിനിഷ് ടൈൽസുകൾ. ഇത് നമുക്ക് അറിയാം, എല്ലാ സ്ഥലത്തും വളരെ പോപ്പുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റീരിയലാണ്. ഈ മെറ്റീരിയലിനെ കുറിച്ച് പറയുമ്പോൾ പോലും ഇതും സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്, സ്റ്റെയിൻ റെസിസ്റ്റൻ്റ് ആണ്, അതുപോലെ ഫെയ്ഡ് റെസിസ്റ്റൻ്റ് ആണ്. നല്ലൊരു ബ്രാൻഡ് നമ്മൾ ചൂസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ, നല്ലൊരു ബ്രാൻഡ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കുക, പ്രീമിയം ക്വാളിറ്റിയിലേക്ക് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ ഒന്നും തന്നെ യാതൊരു കംപ്ലൈൻറ്റ് കാലക്രമേണ വരില്ല, അത് ഉറപ്പാണ്. ഇതുപോലെ ഒട്ടനവധി ഡിസൈൻസ് ലാമിനേറ്റഡിലും നോൺ ലാമിനേറ്റഡിലും നമ്മുടെ അടുത്ത് SM ടൈൽസിൽ നിലവിൽ സ്റ്റോക്കിലുണ്ട്. ഇനി സ്റ്റോക്ക് വരാനുമുണ്ട്. അപ്പോൾ ഇത്തരം ഡിസൈനുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക, ഞങ്ങൾ റെഡിയാണ്. നിങ്ങളുടെ വീടുകളെ മനോഹരമാക്കാൻ വേണ്ടി ഫ്ലോറിംഗിൽ പുതിയ പുതുമകളുമായി ഞങ്ങൾ നിങ്ങളിലേക്ക് വീണ്ടും എത്തിച്ചേരുന്നു.